നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ഈ കട്ടിലെ കിടന്ന് എന്താ കാണിക്കുന്നതെന്ന്. പറഞ്ഞു തരാം. ഇന്ന് മലയാള മാസം 1. രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകാനുള്ള തന്ത്രപ്പാടാണ് ഈ കാണുന്നത്. ദേ, അവിടെ ഒരാൾ രാവിലെ തൊട്ട് എന്നെ കിടന്ന് വഴക്കു പറയാം. കാരണം 4 മണി തൊട്ട് എന്നെ വിളിക്കാൻ തുടങ്ങിയതാ. ഞാനാണെങ്കിൽ എഴുന്നേറ്റതോ 5 മണിയായപ്പോൾ. ദേ, സമയം 5:09. ഞാനങ്ങനെ വേഗം പോയി കുളിച്ചിറങ്ങി. ഇതാണ് എൻ്റെ ഡ്രസ്സ്. അങ്ങനെ പെട്ടെന്ന് റെഡിയായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അമ്മയുടെ വഴക്കുറച്ചിൽ കാരണം റെഡിയാവുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വണ്ടി കയറി അമ്പലത്തിലോട്ട് പോയി. നല്ല ഇരുട്ടാണ്, നേരം വെളുത്തിട്ടില്ല. അങ്ങനെ അമ്പലത്തിലെത്തി. ഗണപതി അമ്പലം ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് ആയ അമ്പലമാണ് ഗണപതി അമ്പലം. നിങ്ങൾ ആരെങ്കിലും ഗണപതി അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ അവിടെ അടുത്തുള്ളൊരു കടയിൽ കയറി തേങ്ങയും വാങ്ങിച്ച് അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ ചെന്നപ്പോഴാണെങ്കിലോ നല്ല തിരക്ക്. 1-ാം തീയതി ആയതുകൂടി നല്ല തിരക്കായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ തൊഴാൻ കയറിയപ്പോൾ നട അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ അമ്മയുടെ വായിരിക്കുന്ന വഴക്കം കേട്ട് ക്യൂയിലും നിന്ന് 6 ആയപ്പോഴേക്കും അമ്പലം തുറന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. അമ്മ തേങ്ങ ഉടയ്ക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ തൊട്ടടുത്തുള്ള ചിറയിൽ വന്നു. കാലൊക്കെ കഴുകി അവിടുത്തെ മീനുകളെ നോക്കി കുറേ നേരം നിന്നു. അതും കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ഉണ്ണിയപ്പവും വാർപ്പിച്ച് അതും കഴിച്ചു. ഗണപതി അമ്പലത്തിലെ മെയിൻ ഐറ്റമാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ണിയപ്പം വാങ്ങിച്ച് കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിൽ പോയി അവിടെയും തൊഴുതു. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി നല്ല ചൂട് ദോശയും നല്ല ഉഴുന്നുവടയും 1 ഗ്ലാസ് ചായയും കുടിച്ചു. നല്ല ദോശയായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലൂടെ വന്നു, ഒരു അയ്യപ്പൻ്റെ അമ്പലം. അത് കഴിഞ്ഞ് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ബീഫും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.